ഓല ഞാനിന്ന് വന്നിട്ടുള്ളത് ഈ ഒരു സ്റ്റോറേജ് ബുക്ക് ബോക്സ് അല്ല ബുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ നമ്മൾക്ക് നമ്മളുടെ സ്റ്റിക്കേഴ്സും പ്രിന്റ് ഔട്ട്സും ഫോട്ടോസ് ഒക്കെ നല്ല ഓർഗനൈസ്ഡ് ആയിട്ട് വെക്കാം കേട്ടോ. യൂഷ്വലി ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഏതെങ്കിലുമൊക്കെ ബോക്സസിലൊക്കെയാണ് എടുത്ത് വെക്കുക. പക്ഷെ അതിനേക്കാളും കുറച്ചും കൂടി ഓർഗനൈസ്ഡ് ആയിട്ട് വെക്കാനും പെട്ടെന്ന് എളുപ്പത്തിൽ നമുക്ക് എടുക്കാനും വെക്കാനൊക്കെ ഹെൽപ്ഫുൾ ഇങ്ങനെ സ്റ്റോറേജ് ബുക്സിൽ വെക്കുന്നതായിരിക്കും. സോ ഇന്ന് ഞാൻ ഇതെന്റെ സ്റ്റിക്കർ ബുക്ക് ആക്കിയിട്ട് മാറ്റാണ്. ദിസ് വീഡിയോ ഇസ് ഓൾ അബൌട്ട് ദാറ്റ്. എനിക്ക് സ്റ്റിക്കേഴ്സ് ഇഷ്ടമാണെങ്കിലും ഞാൻ ഈ അടുത്തായിട്ടാണ് സ്റ്റിക്കേഴ്സ് ഒക്കെ വാങ്ങി തുടങ്ങിയത്. എന്റെ കയ്യിൽ കൂടുതലുള്ളത് ഇതുപോലെയുള്ള പ്രിന്റ് ഔട്ട്സ് ആണ്. അപ്പൊ ഈ പ്രിന്റ് ഔട്ട്സ് ആണ് എന്റെ ഡെസ്കിൽ ഏറ്റവും മെസ്സി ആയിട്ട് ഇരിക്കുന്ന സംഭവങ്ങൾ. അപ്പൊ ഇതിനൊക്കെ ഒരു കൊടക്കീഴിൽ കൊണ്ടുവരാം, എന്നാൽ നല്ല ഓർഗനൈസ്ഡ് ആയിട്ട് വെക്കുകയും വേണം. അപ്പോൾ ഇതാവുമ്പോൾ ഓരോ പേജസിൽ ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫ്ലിപ്പ് ചെയ്തിട്ട് നോക്കാൻ പറ്റുമല്ലോ ഏതൊക്കെ സ്റ്റിക്കേഴ്സ് എവിടെയൊക്കെയാണ് ഉള്ളത്, അല്ലെങ്കിൽ പ്രിന്റ് ഔട്ട്സ് എവിടെയൊക്കെയാണ് ഉള്ളത് എന്നൊക്കെ. അങ്ങനെ ഞാൻ റാൻഡമായിട്ട് അവിടെ ഇവിടെയൊക്കെ കുറച്ച് സ്റ്റിക്കേഴ്സും പിന്നെ സ്റ്റിക്കർ ബുക്കിനും സ്റ്റിക്കേഴ്സ് വെച്ചിട്ട് തന്നെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി ഞാൻ നടുക്കായിട്ട് ഇതുപോലെ ഒരു പിന്നും വെച്ചെടുക്കുന്നുണ്ട്. ഇപ്പോഴല്ലേ ഇത് ശരിക്കും സ്റ്റിക്കർ ബുക്ക് ആയത്. ആമസോണിലും മീഷോയിലൊക്കെ ഇങ്ങനത്തെ സ്റ്റിക്കർ ബുക്സ് അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല. ഞാൻ കണ്ടിട്ടുള്ളത് ജേർണൽ സെയിലൊക്കെയാണ്. കണ്ടില്ലേ, ഇതുപോലെ ഓരോ പേജസിലായിട്ട് നമ്മുടെ സ്റ്റിക്കേഴ്സും പ്രിന്റ് ഔട്ട്സ് ഒക്കെ എടുത്തു വെക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റിക്കർ ബുക്ക് മേക്ക് ഓവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക്, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ്. Until next video, bye.